ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു മാമ്പഴ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മാമ്പഴ ഒഴിച്ചുകൂട്ടാൻ. പുളിശ്ശേരിയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒഴിച്ചുകൂട്ടാൻ. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ഈ അടിപൊളിയായ ഈ മാമ്പഴ ഒഴിച്ചുകൂട്ടാൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴം കൊണ്ടുള്ള ഒഴിച്ചുകൂട്ടാനാണ്. അപ്പോൾ ഒഴിച്ച് കൂട്ടുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ പേര്. പുളിശ്ശേരി പോലെ, ഏതാണ്ട് പുളിശ്ശേരി പോലെ, പക്ഷേ കുറച്ച് വ്യത്യാസമുള്ള ഒന്നാണ് ഈ ഒഴിച്ചുകൂട്ടാൻ. അപ്പോൾ അതെങ്ങനെയാണ്? അതിന് നല്ല പഴുത്ത മാങ്ങയാണ് വേണ്ടത്. സാധാരണ നമ്മൾ പുളിശ്ശേരി വയ്ക്കുന്ന മാങ്ങയൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്കിത് മുഴുവനോടെ ഇട്ടാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. ഇനി വലിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പീസസ് ആക്കി ഇടാം. ഇതിപ്പോൾ ഞാൻ മുഴുവനോടെയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാങ്ങ ഒന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. അതുപോലെ ഇനി ചൊനഭാഗം കളഞ്ഞതിന് ശേഷം തൊലി നമുക്കിങ്ങനെ ഉരിച്ച് എടുക്കാം. സാധാരണ ഒഴിച്ചുകൂട്ടാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. നമ്മളങ്ങനെ അരിഞ്ഞ് പീസസ് ആക്കി ഇടാറില്ല. അതുപോലെ മുഴുവനായിട്ടിട്ട് തന്നെ ഉണ്ടാക്കാം. ഇപ്പം നമുക്ക് തൊലി ഇതുപോലെ കളഞ്ഞെടുക്കാം. അപ്പോൾ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞെടുത്തു. ഇനി നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം, 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് വേവിച്ച് എടുക്കാം. ഇതിനെ നമുക്കൊരു അരപ്പ് റെഡിയാക്കണം. അത് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഒരു പകുതി തേങ്ങ ചിരകിയെടുത്തു. അതിൽ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4-5 ഉള്ളി, ചെറിയ ഉള്ളി, അതും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഈ മാങ്ങ തിളച്ചു അടുപ്പിൽ വെച്ചത്. ഇനി നമുക്ക് ഇതിൽ ഒരല്പം പുളി കൂടെ ചേർത്ത് കൊടുക്കണം. കാരണം പുളിശ്ശേരിക്കാണെങ്കിൽ നമ്മൾ തൈരാണ് ചേർക്കുന്നത്. ഇവിടെ ഈ ഞാൻ പറഞ്ഞ ഈ ഒഴിച്ചുകൂട്ടാൻ എന്ന് പറയുന്ന ആ കറിക്ക് നമ്മൾ പുളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാങ്ങയുടെ പുളി അനുസരിച്ച് നമ്മൾ പുളി ചേർത്ത് കൊടുക്കണം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ അരച്ചെടുത്ത കൂട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് തീ ഒരല്പം കുറച്ച് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിൻ്റെ തീ ഒരു അല്പം ഫ്ലെയിം കുറച്ച് വയ്ക്കണം. നല്ലപോലെ അങ്ങനെ വെട്ടി തിളയ്ക്കേണ്ട, ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് നമ്മൾ ഈ കടുക് വറുത്തത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഒഴിച്ചുകൂട്ടാൻ ഇവിടെ റെഡിയായി. മാമ്പഴം ഒഴിച്ചുകൂട്ടാൻ ഇപ്പോൾ ഞാൻ പുളി, ഉപ്പ്, അതിൻ്റെ ഒരു ചെറിയ മധുരം ഇതൊക്കെ ഞാൻ നോക്കി എല്ലാം ബാലൻസ് ചെയ്തിട്ട് വരുന്ന നല്ല ഒരു ഒഴിച്ചു കറിയാണ്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ.